ശരി. ആ ഓക്കെ ശരി കേട്ടോളേ. നമസ്കാരം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഞാനും അൻഷാദിനെ നമുക്ക് കുറേ സന്തോഷിപ്പിക്കല്ലേ? ഓക്കെ, ഞാനും അൻഷാദ് ഉണ്ട്, അതുപോലെ തന്നെ മുബാറക്കുണ്ട്. ഞങ്ങൾ മൂന്നാളും ഇവിടെ തൃശ്ശൂർ പോകുന്ന ചെറിയ പരിപാടിക്ക്. അറിയാലോ, നമ്മൾ എവിടേക്ക് ഇറങ്ങിയാലും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സന്തോഷിപ്പിക്കാറുണ്ട്. ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതുപോലെ ഞാനൊരു കമന്റ്സ് പറയട്ടെ. കുറേ ആൾക്കാർ ഇങ്ങനെ എൻ്റെ അടുത്ത് കുറേ സഹായങ്ങൾ ചോദിച്ചിട്ടൊക്കെ കുറേ മെസ്സേജ് അയക്കാറുണ്ട്. സുജന എനിക്ക് 1.5 ലക്ഷം രൂപ അത് ഇത്. പക്ഷേ ഞാൻ പറയാണ്, എല്ലാവർക്കും അത്രയും വലിയ വലിയ എമൗണ്ട് ഒക്കെ എടുത്ത് എല്ലാവരെയും സഹായിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ളൊരു പ്രാപ്തി ഇപ്പൊ എനിക്കില്ല. അല്ല ചായ, കാരണം എല്ലാവർക്കും കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം നല്ല മനസ്സിൽ ദൈവത്തിനാണ് അങ്ങ് നല്ല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിനുള്ളൊരു ഇത് എനിക്കില്ല. കാരണം ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, നിങ്ങൾക്ക് അറിയാം, സാധാരണക്കാരനാണ്. നമ്മളിൽ കിട്ടുന്ന ഇതേപോലെ ഒരു 2000-3000 ഒക്കെ വെച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക എന്നുള്ള അല്ലാണ്ട് വലിയ വലിയ എമൗണ്ട് വെച്ചിട്ട് കൊടുക്കാനുള്ള ആ ഒരു പ്രാപ്തി എനിക്കില്ല. അങ്ങനെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ വാരിക്കോരി എല്ലാവർക്കും തരും. അല്ല ചായ തരും. കാരണം അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. അപ്പൊ ഞങ്ങളിത് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ നമ്മൾ തൃശ്ശൂർ പോവാണ്. എന്തായാലും ഒരാളെ ഇവിടെ കാണാതിരിക്കില്ല. കാരണം അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകും. പിന്നെ അതുപോലെ തന്നെ കുറെ പേര് കമന്റ്സ് ചെയ്യാറുണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാൻ പറയാണ്, ഇന്നലെ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ എനിക്ക് ചെയ്തു തരാൻ പറ്റും, ചെയ്തു തരും. അത്രേ ഉള്ളൂ. കാരണം എനിക്ക് ലക്ഷങ്ങളോ കോടികളോ ഒന്നും ആർക്കും എടുത്തതാക്കാനൊന്നും എന്നോട് പറ്റില്ല. കഴിയുന്നത് ആ സന്തോഷം. ഇതിലും നെഗറ്റീവ് കണ്ടുപിടിക്കണ കുറെ ആൾക്കാരുണ്ട്. അവർക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നോ പ്രോബ്ലം. പക്ഷെ നമുക്കൊരു സന്തോഷം, നിങ്ങൾക്ക് നെഗറ്റീവ് ഇടുമ്പോൾ സന്തോഷം കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. എന്തായാലും ഞാൻ കൊടുക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിച്ചിട്ടേ ഞാൻ വിടാറുള്ളൂ. എന്തായാലും മൊത്തത്തിൽ എല്ലാവർക്കും സന്തോഷം, അത്രേ ഉള്ളൂ. കല്ലെറിയുന്നവർ കല്ലെറിയട്ടെ, അതന്നെ, കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ തോന്നണ ഉള്ള കമന്റ്സുകൾ ഇടുക. എന്തായാലും നമ്മൾ എന്തായാലും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ എന്തായാലും നമ്മൾ സന്തോഷിപ്പിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നോക്കി നോക്കാം അങ്ങനെ ഒരാളെ കാണുമെന്ന്. ഗൈസ്, അപ്പൊ ഈ ഏട്ടനെയാണ് നമ്മൾ ഇന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ. ഓക്കെ, നമ്മളാൽ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വലിയ ദാനശീലം എന്നല്ല പറയണത്, നമ്മളാൽ കഴിയുന്നത്. ഓക്കെ, ആ ഏട്ടൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വരുമ്പോൾ അയാൾ ഇങ്ങനെ വണ്ടി തള്ളി വരണപ്പോൾ എനിക്ക് പാവം തോന്നി. എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് ആ ഏട്ടനെ സന്തോഷിപ്പിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ ചെറുപ്പശ്ശേരിയിൽ നിന്ന് തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഏട്ടനെ കണ്ട് ഒരു വെയിലത്ത് നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഏട്ടൻ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വരാം. എന്താ സംഗതി? എന്താ സംഗതി? ഇതാ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആള്. അതെ, എന്താ പേരേട്ടന്റെ? പേര് മുഹമ്മദ്. മുഹമ്മദ്. ഇത് എവിടേക്കാ കൊണ്ടുപോണേ? വീട്ടിൽ പണിയെടുക്കാൻ പോകും. വീടില്ല. വീടില്ലേ? കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഒന്നും കഴിച്ചില്ല. കയ്യില് കാശില്ല. പൈസ അല്ലേ? ഇല്ല. തപ്പി ചേട്ടാ, ആ പേരെന്താ പറഞ്ഞേ? മുഹമ്മദ് റാഫി. എന്നാ പോട്ടെ. എന്റെ പേര് സുജിന എന്നാണ്. വീട് ചെറുപ്പശ്ശേരിയാണ്. ആ ഇവിടെ. ഓക്കെ, എന്തായാലും ഫുഡ് കഴിക്കണം കേട്ടോളി. വെള്ളം എന്തെങ്കിലും കുടിക്കണോ? ഉണ്ടോ? ഫുഡ് എന്തെങ്കിലും കേട്ടോ. ശരി. ഗൈസ്, ഞങ്ങൾ യാത്ര തുടങ്ങി. പക്ഷെ അതിന് മുന്നേ തന്നെ ആ ഏട്ടൻ നമ്മൾ പൈസ കൊടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ആ ഏട്ടന് ഫുഡും കൂടി വാങ്ങി കൊടുത്താൽ ഞങ്ങൾ ഹാപ്പി ആവും. അല്ല മുബാറക്കേ? മുബാറക്ക് ഉണ്ട്, കാണിച്ചുതരാം. മുബാറക്ക് ഇതാ വണ്ടി ഓടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അൻഷാദ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫണ്ട് കൊടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഫുഡ് വേണ്ട പറഞ്ഞോ ചോദിച്ചപ്പോ വെള്ളം വേണ്ട പറഞ്ഞു. പക്ഷെ നമ്മളെന്നാലും ഫുഡ് വാങ്ങി കൊടുത്തു പോലെ. അപ്പൊ എന്തായാലും ഞങ്ങളെന്നാ ഒരു ഫുഡും ഒരു കുപ്പി വെള്ളം വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, വണ്ടി നേരെ ഓടിക്കടാ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ?
ഇതാ ഫുഡ് കഴിച്ചിട്ട് പോയാ തിട്ടോളി. ഫുഡ് കഴിച്ച് പോയാൽ മതി ടോളി. ഹാപ്പി? ശരി. ഓക്കെ ശരി ടോളി. കണ്ടല്ലോ, ആ ഏട്ടനെ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അൻഷ ഹാപ്പിയല്ലടാ? അൻഷ ഹാപ്പിയാണ്. കണ്ടുകൊണ്ടിരുന്ന ഓൻ ഹാപ്പിയാണ്. ഞാൻ വീഡിയോ എടുത്തിട്ട് വെറും എത്ര 10 മിനിറ്റ് ആയുള്ളൂ, അതിന് ആളെ കിട്ടിയ അതന്നെ ഞങ്ങള് പറഞ്ഞു. ആള് വണ്ടി എടുത്ത് പോരുമ്പോൾ പറഞ്ഞു, അൻഷോട് പറഞ്ഞോളൂ ഞാൻ അൻഷതെ ഒരാളെ സന്തോഷിപ്പിക്കാൻ കേട്ടോ. അപ്പൊ തന്നെ ആന്ന് പറഞ്ഞു. ഞങ്ങള് വരുമ്പോ തന്നെ അപ്പൊ തന്നെ ഞങ്ങൾ ഒരാളെ കണ്ടു. അപ്പൊ എന്തായാലും ആ ഏട്ടൻ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ആ ഏട്ടന് വീടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്തായാലും ആ ഏട്ടന് വീട് വെച്ചു കൊടുക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല. കിട്ടട്ടെ. കിട്ടുമ്പോ അതേപോലെ നമുക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ നല്ല അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ കണ്ടറിഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, കാരണം ഞാൻ അവിടുന്ന് വന്നതാണ്. കഷ്ടപ്പാടെന്താ, ബുദ്ധിമുട്ടെന്താ, അതൊക്കെ എന്താന്ന് മനസ്സിലാക്കി വളർന്നു വന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അതൊന്നും വന്ന വഴി നമ്മൾ അങ്ങനെ മറക്കില്ല ഗൈസ്. ആൾക്കാരൊക്കെ നെഗറ്റീവായിട്ട് കമന്റ്സിൽ പലതും പറയും, അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. എന്തായാലും ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ ഇനിയും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്തായാലും ഓക്കെ, എന്തായാലും നാളെ ഇതുപോലെ നല്ലൊരു വീഡിയോ കൊണ്ട് വരാൻ പറ്റും, നോക്കട്ടെ. അപ്പൊ എന്തായാലും ബൈ ബൈ. 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാത്ത നല്ലൊരു വർഷമാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ. ഓക്കെ, ഞാനും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇതിൽ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കുന്ന അവർ പോലും കൂടി ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എൻ്റെ അമ്മ സത്യം മനസ്സറിഞ്ഞ് പറയാൻ കേട്ടോ. ഒരിക്കലും ഞാൻ ഡയലോഗ് അടിക്കല്ല. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ ഗൈസ്.